വേലാശ്വരം ഫൈൻ ആർട്സ് സൊസൈറ്റി ഉദ്ഘാടനം നടന്നു. കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ കെ.വി. കുഞ്ഞിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്യം നിന്നു പോകുന്ന കലകളെ സംരക്ഷിക്കുക, കലാരൂപങ്ങളെയും മറ്റ് കലാപരിപാടികളെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വേലാശ്വരം ആസ്ഥാനമായി പുതുതായി രൂപീകരിച്ച വേലാശ്വരം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി തട്ടുമ്മൽ കേന്ദ്രീകരിച്ച് വിളംബര ഘോഷയാത്ര നടന്നു. വാദ്യമേളം, മുത്തുകുട, വിവിധ കലാരൂപങ്ങൾ, കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കുള്ള ഡ്രസ് കോഡ് മത്സരം എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള വിളംബര ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. സൃഷ്ടിപരമായ ആവിഷ്കാരത്തിൽ നിലനിൽക്കുന്ന ദൃശ്യപരവും പ്രകടനപരവുമായ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ രൂപീകൃതമായ വേലാശ്വരം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് വേലാശ്വരം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ്. തുടർന്ന് വേലാശ്വരം സ്കൂളിൽ നടന്ന പരിപാടി കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ കെ.വി. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിൽ സാർവത്രികമായി പ്രചാരത്തിലുണ്ടായിരുന്നത് വരേണ്ടത് മാത്രം ആശ്രയിക്കാൻ സാധിക്കുന്ന നമ്മുടെ ചില തനത് ക്ലാസിക് കലാരൂപങ്ങളാണ്. അത് എല്ലാവർക്കും ഒരുപോലെ അറിഞ്ഞ് ആസ്വദിക്കാനൊന്നും പറ്റില്ല. എന്നാലും അതിൻ്റെയൊക്കെ ഭാഗമാവാൻ ആളുകളുണ്ട്. പിന്നെ നമ്മുടെ കാവുകളിലും തോട്ടങ്ങളിലും എല്ലാം കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങൾ, ക്ഷേത്രാങ്കണങ്ങളിലെ അനുഷ്ഠാനപരമായ കലാരൂപങ്ങൾ, പൂരക്കളി ഉൾപ്പെടെയുള്ള അനുഷ്ഠാന കലകൾ, ഇവയെല്ലാം നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഘടകങ്ങളാണ്. ആ തെയ്യങ്ങൾക്കെല്ലാം പലപ്പോഴും നമ്മൾ തെയ്യങ്ങൾ കാണാൻ മാത്രമേ പോകാറുള്ളൂ. അതിന്റെ തോറ്റങ്ങൾ കേൾക്കുകയോ ആസ്വദിക്കുകയോ എന്താണ് തോറ്റത്തിന്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാക്കുകയോ ചെയ്യുന്ന രീതി പലപ്പോഴും നമുക്ക് ഉണ്ടാവാറില്ല. ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് കെ.വി. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനം പ്രശസ്ത നാടക നടി അമ്മിണി ചന്ദ്രാലയം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.കെ. സോയ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി.വി. തുളസി, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി.കെ. സബിത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ. സബീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പി.കെ. മഞ്ജിഷ, കെ. ബിന്ദു, അജാനൂർ പഞ്ചായത്ത് മെമ്പർമാരായ എ. തമ്പാൻ, ദീപ പ്രവീൺ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് മെമ്പർമാരായ എ. കൃഷ്ണൻ, വി.കെ. നളിനി, വേലാശ്വരം സ്കൂൾ പ്രധാനാധ്യാപകൻ വിഷ്ണു നമ്പൂതിരി, പി. കൃഷ്ണൻ കോടാട്ട്, കെ.വി. കൃഷ്ണൻ രാവണേശ്വരം എന്നിവർ സംസാരിച്ചു. പ്രമുഖ നാടക നടി അമ്മിണി ചന്ദ്രാലയത്തെ പൊന്നാടയണിച്ച് ആദരിക്കുന്ന ചടങ്ങും നടന്നു. കൂടാതെ വിളംബര ഘോഷയാത്രയിൽ ഡ്രസ് കോഡ് മത്സരത്തിൽ പങ്കെടുത്തു വിജയികളായ അക്ഷയ നമ്പ്യാറടുക്കം, തുഷാര പാണംതോട്, അരുണ ആസിഫ് അലി പാണംതോട്, കുടുംബശ്രീകൾക്കുള്ള സമ്മാന വിതരണവും പങ്കെടുത്ത കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കുള്ള പ്രോത്സാഹന സമ്മാന വിതരണവും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത പ്രമുഖ വ്യക്തികൾ നിർവഹിച്ചു. ഫൈൻ ആർട്സ് സൊസൈറ്റി സെക്രട്ടറി എ. പ്രകാശൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം.വി. രവീന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് 150ഓളം വനിതകൾ അണിനിരന്ന മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്ര മാതൃസമിതിയുടെ മെഗാ തിരുവാതിരയും അരങ്ങേറി. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി കൊല്ലം അയനം നാടകവേദി അവതരിപ്പിച്ച ഒറ്റമുറിയിലെ പെണ്ണ് എന്ന നാടകം പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.